ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ എന്റെ ആധാരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ആധാരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലങ്കൈ എന്നെ താങ്ങി നടത്തും, നടത്തും. എന്റെ കാലുകൾ തെല്ലുമിടറിടാതെ, എന്റെ കാലുകൾ തെല്ലുമിടറിടാതെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം, നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും, നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാം, ജീവ വഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാം, ജീവ വഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നമുക്ക് ദൈവമുമ്പാകെ എഴുന്നേറ്റ് നിന്ന് 32-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ദാവീദിന്റെ ഒരു ധ്യാനം. 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നതിനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ആനന്ദിപ്പീൻ.
പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലി വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ ആരാധന ദൈവം അംഗീകരിച്ചതും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചതും ഞങ്ങളുടെ പ്രാണൻ ഉണർന്നതും ആയ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജനത്തെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കർത്താദാസന്മാർക്ക് വേണ്ടി, പൊതുസഭയ്ക്ക് വേണ്ടി, വേലസ്ഥലങ്ങൾക്ക് വേണ്ടി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇതിനാൽ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ആരാധനയെ കർത്താവെ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കുമാറാകണം. അത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സകല നന്മകളും ഇന്നുവരെ നൽകി തന്ന ദൈവം ഇന്ന് കർത്താവെ ആത്മാവിന്റെ ശക്തിയാലും ദൈവവചനത്തിന്റെ ശക്തിയാലും ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നാം മഹത്വത്തോട് കൂറാകട്ടെ. തൃക്കരങ്ങളിലേക്ക് താഴ്ന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നോക്കിയിരിക്കാം. ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ആരാധനയ്ക്കായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ലോകം അതിൻ്റെതായ വഴികളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം നാശമാണ്. കാരണം ഈ ലോകത്തിൻ്റെ പ്രവൃത്തി നന്മയല്ല. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് യേശു സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ലോകം യേശുവിനെ പകച്ചത്. ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണെങ്കിൽ ദോഷത്തിന് നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ട്. അത് ന്യായവിധിയാണ്, അത് നാശമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോകം നാശത്തിലേക്ക് അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കാരണം ലോകത്തോടു കൂടി നിങ്ങളും ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഈ ലോകം ന്യായവിധിയിലും നാശത്തിലും ചെന്ന് എത്തിയെത്തുന്നതോടൊപ്പം നിങ്ങളും നശിക്കേണ്ടതാണ്. ലോകത്തോടു കൂടി ന്യായം വിധിക്കപ്പെടാൻ അർഹരായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഒരു സദ്വർത്തമാനം നമ്മൾ കേട്ടതോടുകൂടി നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു, അത് വിശ്വസിച്ചു, അതിനെ മുറുകെ പിടിച്ചു. നാശത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ഈ ലോകത്തോടുകൂടി ഒഴുകാതിരിപ്പാൻ നമ്മുടെ ഓർമ്മയിൽ ആ വചനം തന്നു. ഈ ഒറ്റ ഓർമ്മയാണ് നമ്മെ അന്ത്യത്തോളം നിലനിർത്തുന്നത്. അതെന്ന് മറക്കുന്നുവോ അന്ന് പഴയതുപോലെ ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. നിങ്ങൾ കേട്ടിരിക്കുന്നത് അധികം ശ്രദ്ധിക്കാൻ അത് മാത്രമാണ്. ഒരാൾ ഒഴുകിപ്പോകുമ്പോൾ കരയിൽ നിന്ന് ചാഞ്ഞു കിടന്ന ഒരു തണ്ട്, ഒരു വൃക്ഷത്തിന്റെ തണ്ട് ഒടിഞ്ഞു കിടന്നതാ, എങ്കിലും അത് കിട്ടി, അതിൽ പിടിച്ച് കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾ വന്ന് രക്ഷപ്പെടുത്തി. ഇതുപോലെ
ദൈവം നമുക്ക് അയച്ചു തന്ന വചനമാണ് ഓർമ്മയിൽ നമ്മൾ സൂക്ഷിച്ച് ഈ ലോകത്തോട് ഒഴുകാതിരിക്കേണ്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അതായത് നാശമാണ്. അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ചെന്ന് അത് ദോഷത്തിൽ അവസാനിക്കും. എന്നാൽ വചനപ്രകാരം നമ്മൾ അതിൽ നിന്ന് മാറി, ആ ഒഴുക്കിൽ നിന്ന് മാറി വേറൊരു ഒഴുക്കിലേക്ക് വേറൊരു കാറ്റിലേക്ക് നമ്മൾ പെട്ടു. അതാണ് കർത്താവ് എന്ന നദി. ഈ നദി എത്തുന്നത് സിയോനിലാണ്. അതിനാണ് പറയുന്നത്, ആത്മാവിനാൽ ജനിക്കുന്ന മക്കൾ കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാത്തതുപോലെ ആത്മാവിനാൽ ജനിക്കുന്ന മക്കൾ ആരും അറിയാതെ തന്നെ ആ കാറ്റ് അവരെ സിയോനിലെത്തിക്കും. അപ്പോൾ രണ്ടൊഴുക്ക് ഈ ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ കേട്ടത് മറന്നു പോകാൻ പാടില്ല. ഒരുപാട് കേട്ടിട്ടുണ്ട്. മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുമോ? അതിനുള്ള മാർഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? ഏതോ ഒരു കേൾവിയിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഏതോ ഒരു കേൾവിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് ഇത് അറിയിച്ചത് നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല, എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞതല്ല, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. മഹിമ കണ്ട സാക്ഷിയാണ്. ആ വചനമാണ് നമ്മുടെ ഉള്ളിൽ വന്നത്. അത് നമ്മുടെ ഉള്ളിൽ ദീപമായിട്ട് പരിണമിച്ചു എന്നാണ് പത്രോസിന്റെ ലേഖനം പറയുന്നത്. ആ വചനം നമ്മുടെ ഉള്ളിൽ കത്തി, നമ്മുടെ ആത്മാവിൽ അത് പ്രകാശിച്ചു. എങ്ങനെ പ്രകാശിച്ചു? മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് യഹോവയുടെ ദീപമാണ്. ഈ മഹിമ കണ്ട സാക്ഷികളുടെ സാക്ഷ്യവചനം കേട്ടതോടുകൂടി ഈ ആത്മാവ് എന്ന ദീപം കത്തി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിലോ കട്ടിൻ കീഴിലോ വെക്കുമാറില്ല, തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. അന്ന് ഈ കത്തിയ പ്രകാശത്തിനൊത്തവണ്ണം കർത്താവ് നമ്മെ ഒരു തണ്ടിൽ വെച്ചിരിക്കുകയാണ്. ഈ വിളക്ക് അരണ്ട വെളിച്ചത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഇതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. കാരണം നാളെ സൂര്യൻ ഉദിക്കും, നീതി സൂര്യനായ ക്രിസ്തു ഉദിക്കും. ഉദിക്കുമ്പോൾ ഈ പ്രകാശമുള്ളവർ മാത്രം രക്ഷ പ്രാപിക്കും. അവർ മാത്രം ആ പ്രകാശത്തിൽ അതിൻ്റെ അംശികളായി കർത്താവിന് വേണ്ടി വേർതിരിയും. അവരെ സംബന്ധിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. കർത്താവിന് സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത് അധികം ശ്രദ്ധയോടെ കരുതി അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ഈ ലോകത്തോടുകൂടി ഒഴുകുകയില്ല. ഇല്ല എങ്കിൽ നാം ലോകത്തോടുകൂടി ഒഴുകിപ്പോകും. ഇങ്ങനെ ലോകം അതിൻ്റെതായ നിലയിൽ പോകുന്നത് മാറി നിൽക്കുന്നവർക്ക് കാണാം. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമില്ല. എല്ലാവരും ആ ഭാഗ്യത്തിൽ എത്തുമെന്ന് വചനവും ഇല്ല. കാരണം കർത്താവ് ആർക്ക് വേണ്ടിയാ വന്നത്? കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് സകല മാനവരാശിയുടെയും പാപത്തിൽ നിന്ന് നമ്മൾ പഠിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാ വന്നേ? പത്രോസിന്റെ ലേഖനം 1 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ വായിക്കുന്നത് എന്താ? ഒന്ന് വായിച്ച്. 1 പത്രോസിന്റെ ലേഖനം 1:20. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തമാണ്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനൊരു കൂട്ടം ജനത്തിന് വേണ്ടിയിട്ടാണ് അവൻ വന്നത്.
ഇവിടെ എല്ലാവരും വിശ്വസിക്കും എന്ന് ഒരു ഒരു വചനവും ഇല്ല. എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകണം എന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവ് വന്നത് തൻ്റെ ജനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി കർത്താവ് കഷ്ടം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ടാ. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ജനത്തിന്റെ അകൃത്യ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്ന് അവർ വിചാരിച്ചു. ആർക്കുവേണ്ടി കഷ്ടം അനുഭവിച്ചേ? തൻ്റെ ജനത്തിന് വേണ്ടി. ക്രൂശിൽ 2 കള്ളന്മാർ കിടക്കുക. കർത്താവിനോടൊപ്പം ക്രൂശിച്ചവരാ. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരാ. പക്ഷെ ഒരാൾക്ക് മാത്രം അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ കാരണം? ഒരു കള്ളൻ പറയുന്നു, നീ ഇറങ്ങ്, ഞങ്ങളെ കൂടി ഇറക്ക്, നീ ദൈവപുത്രനല്ലേ. ആദ്യമൊക്കെ കൂടിയെങ്കിലും ഒടുവില് ഒരു കള്ളൻ പറഞ്ഞു, കൂട്ടുകാരനെ ശാസിച്ചു, നീ എന്തായി പറയുന്നു? എടാ, സമയം നോക്കണം. നമ്മൾ എല്ലാവരും 3 പേരും മരിക്കാൻ പോവാ. ഞാനും മരിക്കും, നീയും മരിക്കും, അവനും മരിക്കും. കായലിലും കാലിലും ഒക്കെ ആണി അടിച്ചേക്കുക. നമ്മുടെ മരണം അടുത്ത് വരിക. സമശിക്ഷാവിധിയായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അവനെ ശാസിച്ചു. ഈ ശാസനം കൊണ്ടൊന്നും അവൻ നേരെയാവില്ല. കാരണം എന്നറിയോ? കാരണം കാൽവരിയിലേക്ക് നോക്കുമ്പോ, ക്രിസ്തുവിനെ നോക്കുമ്പോ ഉള്ളു കത്തുന്ന ആർക്കാന്നറിയോ? ക്രിസ്തുവിനെ നോക്കുമ്പോ ഉള്ളു കത്തുന്നത് നമ്മുടെ ഒരു അപ്പച്ചൻ. അദ്ദേഹം മാനസിക രോഗിയായിട്ട്, ഭ്രാന്തായിട്ട് ചില നാളുകൾ ചങ്ങലയിൽ കിടന്നയാളാ. എവിടെയാവട്ടെ, ഈ ചങ്ങലയിൽ കിടന്ന് ഈ മാനസിക രോഗിയായിരിക്കുന്ന ഈ മനുഷ്യൻ ചെറുപ്പത്തിലാണ്. അപ്പൊ ചെറുപ്പത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ യൗവന ആയിരിക്കുമ്പോ അതിനൊരു ചരിത്രമുണ്ട്. അപ്പച്ചൻ എന്തോ വികൃതി കാണിച്ചു, എന്തോ ഭക്ഷണത്തിൽ എന്തോ കാര്യങ്ങൾ ചെയ്തു. അപ്പച്ചന്റെ അപ്പൻ വരുമ്പോ കംപ്ലൈന്റ്, അമ്മയുടെ പരാതി, എല്ലാവരുടെയും പരാതി പറഞ്ഞപ്പോ മകനെ വിളിച്ച് ചെയ്ത തെറ്റ് വലുതാ. ഇവര് ചെവിക്ക് പിടിച്ചതിന് ശേഷം 2 കറക്ക് കറക്കി അങ്ങ് വലിച്ചു. എന്താണെന്ന് നമുക്കറിയില്ല, സംഭവിച്ച കാര്യമാണ്. ആ ചെവിക്ക് പിടിച്ച് വലിച്ചതിന്റെ ആഘാതമാണോ ഈ മറ്റെന്തെങ്കിലും ആണോ? ഈ വലിച്ച ആ സമയത്ത് പെട്ടെന്നൊരു പൊട്ടിച്ചിരിയ ഈ മകൻ ഉച്ചത്തിൽ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കി, ഇതെന്താ, നീ എന്തായി ചെയ്യുന്നതെന്ന് നോക്കി. പിന്നെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമാണ്. എല്ലാവരും കൂടി ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന്, ആര് പിടിച്ചിട്ട് ഒതുങ്ങുന്നില്ല. അവസാനം അത് ഭ്രാന്തിൽ അവസാനിച്ചു. ഭ്രാന്താണ് ആ മനുഷ്യന്. മാനസികമായ പ്രശ്നങ്ങളിലായിക്ക് വന്ന് ഭ്രാന്തായിട്ട് ചങ്ങലയിലിടുന്ന അവസ്ഥ വന്നു. എന്താ കാര്യം? അയ്യോ, തൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞുണ്ടായി വളർത്തി കൊണ്ടുവന്ന ആ പൈതലിനെ നോക്കുമ്പോൾ അവൻ കിടക്കുന്ന എവിടെയാ? അപ്പന്റെ ചങ്ക് ദിവസവും പൊടിയുകയാണ്, ദിനം പ്രതി. കാരണം ഏത് കാരണമാവട്ടെ, ഇത് തുടങ്ങിയത് എൻ്റെ തെറ്റാണ്. അതെന്താ? അപ്പന്റെ താൻ ആ മകനോട് ചെയ്തതാണ് എപ്പോഴും അവനെ കാണുമ്പോൾ ഓർക്കുന്നത്. ആ മനുഷ്യൻ അങ്ങനെ അത്രമാത്രം വേദനയിൽ മരണപ്പെടുവാനും ഇടയായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, വേറെ ആർക്കും ഇല്ലാത്ത വേദന ആ അപ്പന്. കാരണം തൻ്റെ തെറ്റ് മകനെ കാണുമ്പോൾ ഓർമ്മ വരും. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാര് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് വിഷയമില്ല, ഒരാൾ നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല,
യെശയ്യാപ്രവചനം 43 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, യാക്കോബേ, നിന്റെ പാപം നിമിത്തം നീ എന്നെ അധ്വാനിപ്പിച്ചു, നിന്റെ അകൃത്യം നിമിത്തം നീ എന്നെ കഷ്ടപ്പെടുത്തി. അപ്പോ ഈ കഷ്ടപ്പാടും ഈ അധ്വാനവും ദൈവം ക്രിസ്തുവിൽ നിവർത്തിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഏശാവിന്റെ പാപമല്ല, പിന്നെയോ യാക്കോബിന്റെ പാപം. യാക്കോബിന്റെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിന്റെ പാപം. അതുകൊണ്ട് തന്നെ കാൽവരിയിലേക്ക് നോക്കുമ്പോൾ ഏശാവിന് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ യാക്കോബ് നോക്കുമ്പോൾ ഉള്ളു കത്തും. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അപ്പൻ മകനെ നോക്കുമ്പോൾ തൻ്റെ തെറ്റ് ഓർമ്മ വരുന്നത് പോലെ, ആ മകനോട് ഞാൻ ചെയ്തത് ഓർമ്മ വന്ന് ഉരുകുന്നത് പോലെ ദൈവത്തിന്റെ ജനം കാൽവരിയിലേക്ക് നോക്കുമ്പോൾ ആരും വേറെ ഒന്നും അവർക്ക് സമ്മാനം കൊടുക്കാന്നോ, പെര വെച്ച് കൊടുക്കാന്നോ, കാശ് കൊടുക്കാന്നോ, സ്വാധീനിക്ക് വരാന്നോ, ഇതൊന്നും പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കണ്ട, പ്രലോഭിപ്പിക്കുകയും വേണ്ട, വശീകരിക്കുകയും വേണ്ട. കാൽവരിയെ ആത്മാവിൽ പ്രസംഗിച്ചാൽ മതി. ദൈവത്തിനുള്ളവന്റെ ഉള്ളു കത്തും, ഉരുകും, അവൻ ഇതിലേക്ക് തിരിഞ്ഞിരിക്കും. കാരണം അപ്പുറത്ത് അവൻ നിൽക്കുന്നു, അവൻ നോക്കുമ്പോൾ അവനൊന്നും തോന്നുന്നില്ല. കാരണം അവന്റെ പാപമല്ല ഈ കിടക്കണം, അവന്റെ പാപമല്ല കിടക്കുന്നത്, കിടക്കുന്നത് എന്റെ പാപമാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്റെ പാപങ്ങളെ എനിക്ക് വേണ്ടിയിട്ടാണ്. ലോകത്ത് കഷ്ടം അനുഭവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അവൻ വരുന്ന ആർക്ക് വേണ്ടിയിട്ടാ? തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തിന് വേണ്ടിയിട്ട് അവൻ ഇതാ വരാൻ പോവാ. 3 വാക്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം. അവൻ ലോകത്തിലേക്ക് പാപപരിഹാരത്തിനായിട്ട് വന്നത് തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, കഷ്ടം അനുഭവിച്ചത് തന്റെ ജനത്തിന്റെ പാപങ്ങളുടെ പോരത്തിന് വേണ്ടിയിട്ട്, ഇനി വീണ്ടും വരുന്നത് തന്റെ ജനം ഒരുങ്ങിയിരിക്കുന്നത് തന്റെ ജനത്തിന് വേണ്ടി. സ്വകാര്യതയാണ്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണത്. ഈ ചെളിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ചെളിയിൽ നിന്ന് കയറ്റിയ അപ്പനാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചതാണ്. അത് വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് മഹാജ്ഞാനമൊന്നും പ്രസംഗിച്ച് ആരെയും കൊണ്ടുവരാൻ വിചാരിക്കേണ്ട. നിലനിർത്താൻ, വളർച്ചയ്ക്ക് മഹാജ്ഞാനം നല്ലതൊക്കെയാണ്. പക്ഷേ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ വേറെ ഒന്നും പറയണ്ട, തെളിവോടുകൂടി, അതായത് ആത്മാവിൽ ശാന്തമായി ജീവന്റെ വചനം കാൽവരി പ്രസംഗിച്ചാൽ മതി. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് നിർത്താൻ വരുത്തുള്ളതുപോലെ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് പോലെ അങ്ങ് പ്രസംഗിച്ചാൽ മതി. കത്തണ്ട, അവന്റെ ഉള്ളു കത്തും. ശ്രദ്ധിക്കാത്തവൻ ആ വഴിക്ക് പോകും, ജനം വേർതിരിയും. ഇങ്ങനെ വേർതിരിയുന്നവരാണ് ഇന്ന് ദൈവത്തിന്റെ സഭയായിട്ട് കൂടി വരുവാൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, അങ്ങനെ മറ്റാരും കാണാത്ത കാര്യങ്ങൾ, മറ്റാർക്കും തോന്നാത്ത മാനസികാവസ്ഥ നമുക്ക് കർത്താവിനെ നോക്കുമ്പോൾ, കാൽവരിയെ കേൾക്കുമ്പോൾ, ക്രൂശിനെ കാണുമ്പോൾ നമുക്ക് തോന്നും. കാരണം നമ്മുടെ പാപമാണ്. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അവൻ ഭോഷത്വമാണ്. കാരണം അവന്റെ പാപമല്ല. ഈ മുമ്പ് ഞാൻ പറഞ്ഞ ആ വ്യക്തി, ആ കൊച്ച്, ആ മനുഷ്യൻ ചങ്ങലേ കിടക്കുമ്പോ വഴിയെ പോകുന്നവർ നോക്കി, സ്കൂൾ കുട്ടികളൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. അവർക്കൊന്നും അത് ബാധിക്കുന്നില്ല. അവർ കാഴ്ചക്കാരാ, അവർ നോക്കി വെച്ചൊക്കെ പോകും. പക്ഷേ ഒരാൾ നോക്കുമ്പോ ഉറങ്ങാൻ സാധിക്കുന്നില്ല, അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിന് കാരണക്കാരൻ ഒരാളുണ്ട്.
ആ കിടക്കുന്ന കിടപ്പിന് കാരണക്കാരൻ ഒരാളുണ്ട്. ഇതുപോലെയാണ് ക്രിസ്തു യേശു ഈ ലോകത്തിൽ അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും കാരണക്കാരൻ ഒരാളുണ്ട്. കാരണക്കാരായ ഒരു കൂട്ടമുണ്ട്. അത് തന്നെയാ ദൈവസഭ. അവരെ ദൈവസഭ. അവരെയാണ് കർത്താവ് ഈ അന്ത്യകാലത്ത് പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിച്ചു കൊണ്ടുവന്ന് ആരാധിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് അവരെ ആരാധിക്കാൻ പഠിപ്പിക്കണ്ട. അവരെ ആരാധിക്കാൻ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സ്തുതിക്കണം, കുറച്ച് സ്തോത്രം പറഞ്ഞ് കുറച്ച് ഇതൊന്നും പറയണ്ട. സ്തോത്രം ഭയം കൂടാതെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചിരിക്കും. ആത്മജ്ഞാനം അവരിലുണ്ട്. കർത്താവ് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമുക്ക് തന്ന ഈ വിശുദ്ധ സമയം ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതായിരിക്കട്ടെ. ദൈവത്തിന്റെ ദയയും കരുണയും നമ്മോടൊപ്പം ഇരിക്കട്ടെ. നമുക്ക് കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അത് കണ്ട് അവൻ ഒന്നും വന്നില്ലല്ലോ, അവനൊന്നും ചെയ്തില്ലല്ലോ, അവൻ സ്തുതിക്കുന്നില്ലല്ലോ, അവനൊന്നും ചെയ്യുന്നില്ലല്ലോ പള്ളിക്ക്, അവൻ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണല്ലോ, എന്നിട്ട് അവനൊരു കുഴപ്പമില്ലല്ലോ. ഇതൊന്നും ചിന്തിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട. എല്ലാം ഇതിനകത്തുണ്ട്. കാൽവരിയുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ബന്ധമെന്ന് പറയുന്നത് വെച്ചു മാറാവുന്നതോ താരതമ്യപ്പെടുത്താവുന്നതോ അല്ല. പിന്നെയോ ഉടയവൻ, സകലത്തിന്റെയും ഉടയവനും ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാണനും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ആരാധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ സ്ഥലം നമുക്കായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീ